ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിൽ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ജബൽ അലി ഡൗൺ ടൗണിലാണ്. ഇവിടെ എൻ്റെ ബാക്കിൽ കാണുന്ന കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇതൊരു ഫൈൻ അല്ലെങ്കിൽ ഡ്രീം ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. കാര്യം എന്ന് പറയാൻ ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ആ കാണുന്നത് കണ്ടോ, ലൈഫ് ഫാർമസി മെട്രോ സ്റ്റേഷനാണ്. അറൗണ്ട് 5 minutes വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് അവിടെ വരുന്നത്. ഇത് വന്നിട്ട് ഷേഖ് സയ്യിദ് റോഡാണ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് വരുന്നത്. ഈ സ്ട്രൈറ്റ് നോക്കുവാണെങ്കിൽ ജബൽ അലി പോർട്ട് വരുന്നുണ്ട്. ആ സൈഡ് നോക്കുവാണെങ്കിൽ പാം ജബൽ അലി വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടാണ് അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടും എക്സ്പോയും വരുന്നത്. സോ ഈ ഒരു ഫൈൻ ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രൈസിങ് വന്നിട്ട് അറൗണ്ട് സ്റ്റുഡിയോസിന് 5 ലക്ഷം ദിർഹംസും 1 BHKക്ക് അറൗണ്ട് 8 ലക്ഷം ദിർഹംസും ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റിന് വന്നിട്ട് 1.1 million ദിർഹംസുമാണ് പ്രൈസിങ് വരുന്നത്. സോ ഈ ഒരു പ്ലേസ് ഫ്യൂച്ചറിലെ ഡൗൺ ടൗൺ, അതായത് ഫസ്റ്റ് ഡൗൺ ടൗൺ ആയിട്ടുള്ള ദുബായ് ഡൗൺ ടൗണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മിസ്സായിട്ടുള്ള ഒരുപാട് ക്ലയൻസിന് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ഒരു ഡൗൺ ടൗൺ വരുന്നത്. ഈ ഒരു പ്രൈസിങ്ങിൽ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ വിത്തിൻ 3 years ക്യാപിറ്റൽ അപ്രിസിയേഷൻ വേറെ ലെവലായിരിക്കും. കാര്യം ഈ ഒരു പ്ലേസ് ഫ്യൂച്ചറിൽ ഇപ്പം എത്തിഹാദ് റെയിലിൻ്റെ പ്രോജക്റ്റ് വരുന്നുണ്ട്. വൺസ് അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് എൻ്റർലി മാറിയിട്ടുണ്ടാവും. സോ ഇതിൻ്റെ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് വെച്ചിട്ടാണ് 260 million പാസഞ്ചേഴ്സിനെ ഫ്യൂച്ചറിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു എയർപോർട്ടാണ്. സോ ഇവിടെ വരുന്ന ഒരു പ്രോജക്ട്സ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ദുബായുടെ മൊത്തത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും ഇവിടെ വരുന്ന പ്രോജക്റ്റ്. സോ ഈ ഒരു ലൊക്കേഷനും ഈ ഒരു പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രീം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യും, നമുക്ക് സംസാരിക്കാം.